ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിന്ന് വന്ന വീഡിയോ ഏകദേശം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ആറ്റുകാൽ പൊങ്കാല സമയത്ത് സീരിയൽ നടിയായ റെനിഷ, ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കാം, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു, സെക്കൻഡ് റണ്ണറപ്പായിരുന്നു. അതുപോലെ ധാരാളം സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ കോപ്പിറൈറ്റ് ആവുന്നത് കൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്. അതിലവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പണ്ട് ജനിച്ചു വളർന്നത് സാഹചര്യങ്ങളും അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ മുന്നേ പോയിട്ടുണ്ട്. അവർ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ, അതായത് ഒരു അമ്പലം, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടിയാണ് പണ്ട് മുതലേയുള്ള ഒരു ആഗ്രഹം സാധീകരണത്തിന് കൂടിയാണ് ആ അമ്പലത്തിൽ പോയിട്ടുള്ളത്. നമുക്കിതിപ്പോൾ എന്താണ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാനൊക്കെ എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ, പണ്ട് കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് കറക്റ്റ് വിളക്ക് കത്തിക്കാനുള്ള ടൈം അറിയാൻ പറ്റുന്നത് തൊട്ടടുത്തുള്ള പള്ളിയിലുള്ള ബാങ്ക് കേട്ടുകൊണ്ടാണ്. അത് സമയത്ത് തന്നെ വീട്ടിൽ പോയി വിളക്ക് കത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേരളീയർ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ ചെറിയ സംഭവങ്ങൾക്കൊക്കെ ഇത്രയും വലിയ രീതിയിൽ കാണിക്കുന്നത് വളരെ സങ്കടമുണ്ട്. ചിലപ്പോൾ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. ആ കുട്ടിക്ക് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, അതുപോലെ അവരെ എതിർക്കാനും ആൾക്കാരുണ്ടാവും. പക്ഷെ തൻ്റെ നിലപാട് എന്താണെന്ന്, തനിക്ക് എന്താണ് തോന്നുന്നതെന്നും ആ ഒരു രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാം. അത് ഞാൻ ഈ ഒരു കുട്ടിയുടെ കാര്യമല്ല, എല്ലാവരോടും കൂടിയുള്ള കാര്യമാണ് പറയുന്നത്. അവനവന് അവൻ്റേതായ ഒരു വിൽ പവർ എപ്പോഴും ഉണ്ടായിരിക്കണം. വിമർശനങ്ങൾക്ക് അതീതനായി അല്ലെങ്കിൽ അതീതയായി ഈ ലോകത്താരുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ പോലെയുള്ള സെലിബ്രിറ്റികൾക്ക് കൂടുതൽ പ്രശ്നങ്ങളും അതുപോലെ വിമർശനങ്ങളും ഉണ്ടാകാം. പക്ഷേ ഇതൊക്കെ അവരെ സംബന്ധിച്ചുള്ള ഒരു വലിയ കാര്യമൊന്നുമല്ല. അവരത് ഈസിയായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥരും തുല്യരാണ്. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നമ്മളെല്ലാവരും മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും, എല്ലാ മതസ്ഥരും അവരവരുടേതായ ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം ആഘോഷിക്കട്ടെ. വേറെ മതസ്ഥർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരും പങ്കുകൊള്ളട്ടെ. എല്ലാം നല്ലതിനാവട്ടെ.